ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ വരുന്ന ഡേറ്റാബേസ് ആർക്കിടെക്ചറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മൾ യൂഷ്വലി ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡേറ്റാസ് റിട്രീവ് ചെയ്യാനും പറ്റണം, ആക്സസ് ചെയ്യാനും പറ്റണം, ആൻഡ് അത് സെക്യൂർഡ് ആയിരിക്കണം. സോ നമ്മൾ ചെയ്യുന്ന ഡേറ്റാബേസിനെ ബേസ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള ആർക്കിടെക്ചർ സെലക്ട് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കാണ്. ഇതിൽ ആർക്കിടെക്ചർ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 1 ടയർ ആർക്കിടെക്ചർ, 2 ടയർ ആർക്കിടെക്ചർ ആൻഡ് 3 ടയർ ആർക്കിടെക്ചർ. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് ഏതാണോ കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് എടുക്കണം. എന്നാലേ നമുക്ക് അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് വണ്ണാണ് 1 ടയർ ആർക്കിടെക്ചർ. 1 ടയർ ആർക്കിടെക്ചറിൽ നമ്മളുടെ ഡേറ്റാബേസ് യൂസർ ഡിവൈസിൽ റെഡിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ യൂസേഴ്സിന് ഡേറ്റാബേസുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സെറ്റപ്പ് സിമ്പിളാണ്. ഇതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിവൈസാണ്. ഡിവൈസിൽ തന്നെ ഡേറ്റാബേസ് ഉണ്ട്, ആൻഡ് ഇതിനെ ലോക്കൽ ഡേറ്റാബേസ് എന്നും പറയും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ആർക്കിടെക്ചർ സിമ്പിളായിരിക്കും. 1 ടയർ ആർക്കിടെക്ചർ ആയതുകൊണ്ട് ഇതാണ് മോസ്റ്റ് സിംപ്ലസ്റ്റ് ആർക്കിടെക്ചർ, ആൻഡ് ഇതിൽ ഒരു സിംഗിൾ മെഷീനാണ് ആവശ്യം വരുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ സിമ്പിളായിരിക്കും. പിന്നെ 1 ടയർ ആയതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ദെൻ നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് 1 ടയർ ആർക്കിടെക്ചറിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനിയുള്ളതാണ് 2 ടയർ ആർക്കിടെക്ചർ. ഈ 2 ടയർ ആർക്കിടെക്ചർ ഒരു ക്ലയൻറ്റ് സെർവർ മോഡൽ പോലെയാണ്. ഇതിൽ യൂസേഴ്സിന് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല വിത്ത് ദി ഡേറ്റാബേസ്. ഇതിൽ നമ്മൾ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് APIs ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ODBC, JDBC ഇങ്ങനെ കുറച്ച് APIs ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ്. ക്ലയൻ്റ് ഉണ്ട്. ക്ലയൻറ്റ് ഇതിൽ യൂസർ കാണും, പിന്നെ ആപ്ലിക്കേഷൻ കാണും. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് സെർവറിലുള്ള ഡേറ്റാബേസ് നമ്മൾ ആക്സസ് ചെയ്യും. ക്ലയൻറ്റ് സൈഡിൽ യൂസറിൻ്റെ ഇൻ്റർഫേസ് ഉണ്ട്, പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ആൻഡ് ആപ്ലിക്കേഷൻ ഓൺ ദ ക്ലയൻറ്റ് സൈഡാണ്. ക്ലയൻറ്റ് സൈഡിലുള്ള ഈ ഒരു ക്ലയൻറ്റ് സൈഡിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനാണ് ഡേറ്റാബേസ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഫുൾ വർക്കൊക്കെ നടക്കുന്നത്. ഇതാണ് 2 ടയർ ആർക്കിടെക്ചർ. 2 ടയർ ആർക്കിടെക്ചറിൽ ക്ലയൻറ്റ് കാണും, സെർവർ കാണും. ക്ലയൻറ്റിൽ യൂസർ ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. യൂസർ ഇൻ്റർഫേസ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഇനി ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് സെർവറിലുള്ള ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൽ ക്ലയൻറ്റ് ഇപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് സെർവറിലോട്ട് പോവും, ആൻഡ് അത് പ്രോസസ്സ് ചെയ്തിട്ട് സെർവർ അതിനുള്ള റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ആക്സസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. 2 ടയർ ആർക്കിടെക്ചർ മേക്സ് ഈസി ആക്സസ് ടു ദ ഡേറ്റാബേസ് വിച്ച് മേക്സ് ഫാസ്റ്റ് റിട്രീവൽ. ദെൻ സ്കെയിലബിൾ ആയിരിക്കും. We can scale the database easily by adding clients or upgrading the hardware. Low cost ആണ്. as compared to 3 ടയർ or multi ടയർ ആർക്കിടെക്ചർ ഇത് ലോ കോസ്റ്റ് ആണ്, ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഈസി ആയിരിക്കും, ആൻഡ് ഇത് സിമ്പിളാണ്. ഇതൊക്കെയാണ് 2 ടയർ ആർക്കിടെക്ചറിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനിയുള്ളത് 3 ടയർ ആർക്കിടെക്ചറാണ്. 3 ടയർ ആർക്കിടെക്ചറിൽ നമ്മൾ 2 ടയർ ആർക്കിടെക്ചറിൽ ക്ലയൻറ്റ് സെർവർ എന്ന 2 എണ്ണം ഉണ്ടായിരുന്നു. ആൻഡ് ക്ലയൻറ്റ് സെർവറിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സെർവറിലുള്ള ഡേറ്റാബേസുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. 3 ടയർ ആർക്കിടെക്ചറിൽ ഇതിൻ്റെ ഇടയിൽ വേറൊരു ലെയറും കൂടി വരുന്നുണ്ട്. ആദ്യം ക്ലയൻറ്റിൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. പിന്നെ സെർവറിൽ ആദ്യം 2 ടയറിൽ ഡേറ്റാബേസ് സിസ്റ്റം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഈ 3 ടയർ ആർക്കിടെക്ചറിൽ ആപ്ലിക്കേഷൻ സെർവറും കൂടി ഉണ്ട്. ഇതിൽ ക്ലയൻറ്റ് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല വിത്ത് സെർവർ. ഇൻസ്റ്റെഡ് ക്ലയൻറ്റ് ഒരു ആപ്ലിക്കേഷൻ സെർവറിലുള്ള ആപ്ലിക്കേഷൻ സെർവറുമായിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ആ ഒരു ആപ്ലിക്കേഷൻ സെർവറാണ് ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് യൂസറിന് ആവശ്യമുള്ള റെസ്പോൺസ് തിരിച്ചു കൊടുക്കുന്നത്. ആദ്യം യൂസർ ഇൻ്റർഫേസ് വഴി യൂസറിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ആ യൂസർ സൈഡുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഈ സെർവർ സൈഡിലുള്ള ആപ്ലിക്കേഷൻ സെർവറായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ആപ്ലിക്കേഷൻ സെർവർ സൈഡിലുള്ള ആപ്ലിക്കേഷൻ സെർവർ യൂസർ കൊടുക്കുന്ന റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് ഈ ഡേറ്റാബേസിൽ കണക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുക്കും. അവർ കൊടുക്കുന്ന റിക്വസ്റ്റിന് ആവശ്യമുള്ള റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് 3 ടയർ ആർക്കിടെക്ചർ വർക്കാവുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്
എൻഹാൻസ്ഡ് സ്കെയിലബിലിറ്റി, ഡേറ്റ ഇൻറ്റഗ്രിറ്റി, ദെൻ സെക്യൂരിറ്റി. ഇതൊക്കെയാണ് 3 ടയർ ആർക്കിടെക്ചറിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേറ്റാബേസ് ആർക്കിടെക്ചർ. ആൻഡ് ഇതിൽ ഒരു ചെറിയ നോട്ടും കൂടിയുണ്ട്. ഡേറ്റാബേസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ആ ഡേറ്റാബേസ് സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഡിസൈനും സ്ട്രക്ചറുമാണ്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ആയിട്ടുള്ളത്, ഓർ ഹൗ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് ആക്സസ്ഡ് വിത്തിൻ ദി സിസ്റ്റം. ഇനി ടയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദി കോമ്പോണൻറ്റ്സ് ഓഫ് എ ഡേറ്റാബേസ് സിസ്റ്റം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ഡിഫറെൻറ്റ് ലെയേഴ്സ്, എസെൻഷ്യലി സെപ്പറേറ്റിംഗ് ഫങ്ഷണാലിറ്റീസ് ലൈക്ക് user interface, application logic and data storage into distinct tiers for better scalability and management. ഇതിൽ ഡേറ്റാബേസ് ആർക്കിടെക്ചർ ഫോക്കസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ വർക്കിംഗ് ആണ്. ഒരേ ഡേറ്റാബേസിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് ആണ് ഡേറ്റാബേസ് ആർക്കിടെക്ചർ ഫോക്കസ് ചെയ്യുന്നത്. വൈൽ ടയർ ആർക്കിടെക്ചർ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ദ ഡേറ്റാബേസ് ഇൻട്രാക്ട്സ് വിത്ത് അതർ ആപ്ലിക്കേഷൻ ലെയേഴ്സ് വിത്തിൻ ദി സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്, ടയർ ആർക്കിടെക്ചറിനും ഡേറ്റാബേസ് ആർക്കിടെക്ചറിനും ഉള്ള ഡിഫറൻസ്. താങ്ക് യു.